ഇന്ത്യ മഹാരാജ്യം ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം പുതിയ നിയമത്തിലേക്ക് മാറുകയാണ്. ഞായറാഴ്ച അർദ്ധരാത്രി പിന്നിടുമ്പോൾ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരും. 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അഥവാ IPC അടക്കമുള്ള 3 നിയമങ്ങൾ ഇതോടെ ചരിത്രത്തിന്റെ ഭാഗമാകും. IPCക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും CRPCക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധീനിയവും നിലവിൽ വരും. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം, 1898 ക്രിമിനൽ നടപടിച്ചട്ടം, 1872 ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമാണ് ഇവ നിലവിൽ വരുന്നത്. നിലവിലെ ഇന്ത്യൻ ക്രിമിനൽ നിയമങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ടുള്ള പുതിയ ക്രിമിനൽ നിയമങ്ങൾ 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഞായറാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമുള്ള പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമൊക്കെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും. എന്നാൽ അതിനു മുൻപുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടികൾ ഉണ്ടാവുക. അതായത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമം എല്ലാം പൂർത്തിയാക്കേണ്ടത് നിലവിലുള്ള നിയമപ്രകാരം തന്നെയായിരിക്കും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 12-നാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ നിയമത്തിന്റെ കരട് അവതരിപ്പിച്ചത്. അപാകതകൾ പരിഹരിച്ച് ഡിസംബർ 13-ന് പുതുക്കി അവതരിപ്പിച്ചു. ഡിസംബർ 25-ന് രാഷ്ട്രപതി അംഗീകാരം നൽകി. ഓഗസ്റ്റ് 11-ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടിരുന്നു. കമ്മിറ്റി നവംബർ 10-ന് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ഡിസംബർ 11-ന് ബില്ലുകൾ പിൻവലിച്ചു. പിന്നീട് ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ച പുതിയ ബില്ലുകളായിരുന്നു സഭകൾ പാസാക്കിയത്. ഡിസംബർ അവസാനം രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതോടെ ബില്ലുകൾ നിയമങ്ങളായി മാറി. പുതിയ നിയമങ്ങൾ പ്രകാരം ആൾക്കൂട്ട ആക്രമണങ്ങൾ ക്രിമിനൽ കുറ്റമാകും. ഭരണകൂടത്തിന് എതിരായ പ്രവർത്തനങ്ങൾ കുറ്റകരമാകുന്ന വകുപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഭാരതീയ ന്യായ സംഹിത ബില്ലിൽ 150-ാം വകുപ്പ് രാജ്യദ്രോഹത്തെ കുറ്റകൃത്യമായി നിലനിർത്തിയിട്ടുമുണ്ട്. ഏതു കേസിലും നിലവിലെ പോലീസ് കസ്റ്റഡി കാലാവധി അറസ്റ്റിനു ശേഷമുള്ള ആദ്യത്തെ 15 ദിവസമാണ്. ഇതിനുമപ്പുറം പോലീസ് കസ്റ്റഡി നീട്ടാനുതകുന്ന വ്യവസ്ഥ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബില്ലിലുണ്ട്. അതേസമയം അന്വേഷണവും കുറ്റപത്രം സമർപ്പിക്കലും അടക്കമുള്ള കേസ് നടപടികൾക്ക് കൃത്യമായ സമയപരിധി നിശ്ചയിച്ചിട്ടുമുണ്ട്. ജൂലൈ 1 മുതൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനായി സാങ്കേതികവിദ്യ, കപ്പാസിറ്റി, ബോധവൽക്കരണം എന്നിവ കൊണ്ട് സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണപ്രദേശങ്ങളും പൂർണ്ണമായും സജ്ജമാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാർ തുടങ്ങിയ വിദഗ്ധരെ പങ്കെടുപ്പിച്ച് നിയമകാര്യ വകുപ്പ് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളിൽ 4 സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മാർഗനിർദ്ദേശ പ്രകാരം യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ 1200 സർവകലാശാലകളിലേക്കും 40,000 കോളേജുകളിലേക്കും പുതിയ നിയമങ്ങളെക്കുറിച്ചുള്ള കുറിപ്പുകൾ അയച്ചിരുന്നതായും നിയമവൃത്തങ്ങൾ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.